ഹലോ, വെൽക്കം ടു ഓൾ. എല്ലാവർക്കും പാരാമെഡിക്കൽ കോഴ്സിൻ്റെ പുതിയൊരു ക്ലിനിക്കൽ പത്തോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് സ്റ്റൂൾ എക്സാമിനേഷൻ ചെയ്യാമെന്ന് നോക്കാം. സ്റ്റൂൾ ഓർ ഫീസസ് എക്സാമിനേഷൻ. നമുക്കറിയാം, സ്റ്റൂൾ ഓർ ഫീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുഡിൻ്റെ വേസ്റ്റ് മെറ്റീരിയലാണ് ഈ സ്റ്റൂൾ അല്ലെങ്കിൽ ഫീസസ് എന്ന് പറയുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന വേസ്റ്റ് പ്രൊഡക്റ്റാണ് ഫീസസ് അല്ലെങ്കിൽ സ്റ്റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ്, ഫീസസ് ഓർ സ്റ്റൂൾ ഈസ് ദ വേസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ഡൈജഷൻ ഡിസ്കാർഡഡ് ഫ്രം ദ ഗ്യാസ്ട്രോഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട്. ഫീസസ് അല്ലെങ്കിൽ സ്റ്റൂൾ എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് പ്രൊഡക്റ്റാണ്, ഡൈജഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റാണ്. ഇത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റ് വഴിയാണ് ഡിസ്കാർഡ് ചെയ്യുന്നത്. നമുക്കറിയാം, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ മൗത്ത് ടു ആനസ് വരെയുള്ള ആ റൂട്ട്, മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, റെക്റ്റം, ആനസ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റ് വഴി ലൂടെ വന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിനെയാണ് ഫീസസ് അല്ലെങ്കിൽ സ്റ്റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, normal stool contains water and materials such as mucus, enzyme, undigested food, reduced substances and bacteria. നോർമലായിട്ട് സ്റ്റൂളിൽ ഇൻക്ലൂഡഡ് ആയുള്ള സബ്സ്റ്റൻസിനെയാണ് പിന്നീട് പറയുന്ന പോയിന്റിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. പിന്നെ മെറ്റീരിയൽസ് ആയ മ്യൂക്കസ്, കൊഴുത്ത ഒരു ദ്രവം ഉണ്ടാവാം, ശ്ലേഷ്മം അല്ലെങ്കിൽ എൻസൈമുകൾ ഉണ്ടാവാം, അൺഡൈജസ്റ്റഡ് ഫുഡ്, ദഹിക്കാത്ത ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടാവാം, റെഡ്യൂസ്ഡ് സബ്സ്റ്റൻസസ് ഉണ്ടായിരിക്കാം, പിന്നീട് ബാക്ടീരിയയുടെ അംശവും ഉണ്ടായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ഫീസസ് സെൻഡ് ടു ലബോറട്ടറി ഫോർ എക്സാമിനേഷൻ ഇൻക്ലൂഡ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ. ഫീസസിനെ ലാബിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത്, എക്സാമിനേഷനായി ഒരു ലാബിലേക്ക് ഫീസസിനെ അയക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫീസസ് അവിടെ പോയിട്ട് എടുത്തു കൊടുക്കല്ല, നമ്മൾ പിന്നീട് പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അതിലെ എക്സാമിനേഷൻസ് ഏതൊക്കെ ടെസ്റ്റുകളാണ് അതിൽ നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്താം, കെമിക്കൽ എക്സാമിനേഷൻസ് നടത്താം, അതുപോലെ മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻസും ചെയ്യാം. ദെൻ എങ്ങനെയാണ് ഇതിൻ്റെ കളക്ഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, എ പോർഷൻ ഓഫ് ദ സ്പെസിമെൻ ഈസ് കളക്റ്റഡ് ഇൻ എ ക്ലീൻ, ഡ്രൈ, വൈഡ് മൗത്ത് കണ്ടെയ്നർ. ഈ സ്റ്റൂൾ സ്പെസിമെൻ ഒരു ലിറ്റിൽ പോർഷനെ കളക്ട് ചെയ്യുക. അത് നേരിട്ട് ഡ്രൈ, വൈഡ് മൗത്ത് കണ്ടെയ്നറിലേക്കാണ് എടുക്കേണ്ടത്. അതായത് വായ്ഭാഗം ഓപ്പൺ ഏരിയ, പോയിൻറ്റഡ് ആയിട്ടുള്ള മൗത്ത് ആവരുത്, വൈഡായിരിക്കണം മൗത്ത്, വിസ്താരം കൂടുതലായത് വേണം എടുക്കാനായിട്ട്. ഇത് ഡ്രൈ കണ്ടെയ്നർ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ഷുഡ് നോട്ട് കണ്ടാമിനേറ്റ് വിത്ത് യൂറിൻ. എക്സാമിനേഷൻ ഷുഡ് നോട്ട് ഡിലൈഡ് ഫോർ ദാൻ 1 hour. അതായത് നമ്മൾ സ്റ്റൂളിനെ എടുക്കുന്ന അല്ലെങ്കിൽ ഫീസസ് അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയലിനെ എടുക്കുന്ന സമയത്ത്, ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ഇത് യൂറിനുമായിട്ട് തീരെ കണ്ടാമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ സ്റ്റൂൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. യൂറിനുമായിട്ടുള്ള കണ്ടാമിനേഷൻ ഉണ്ടായാൽ യൂറിനുള്ള മൈക്രോ ഓർഗാനിസം കൂടി നമ്മളിതിൽ കാണാനിടയാവും. അത് ഒഴിവാക്കാനാണ് യൂറിൻ അവോയ്ഡ് ചെയ്ത് എടുക്കാൻ പറയുന്നത്. ഓക്കെ, അതുപോലെ ഇത് കൊണ്ടുവന്ന് ലാബിലെത്തിക്കഴിഞ്ഞ് വിത്തിൻ 1 hour ടെസ്റ്റ് ചെയ്ത് കഴിയണം. ഡിലേ ആവാൻ പാടില്ല. അപ്പോൾ അത് വേറെ വേസ്റ്റ് മെറ്റീരിയലിൽ തന്നെ ഡീക്കേ സംഭവിച്ച് മൈക്രോ ഓർഗാനിസംസൊക്കെ ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്ത് കൂടുതലായിട്ട് മാറും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് 1 hour തന്നെ ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യാൻ നോക്കാം. ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് ഫീസസ്. കളർ. നോർമൽ സ്റ്റൂൾ ഈസ് ലൈറ്റ് ടു ഡാർക്ക് ബ്രൗൺ ഇൻ കളർ ഡ്യൂ ടു ബൈൽ പിഗ്മെൻറ്റ്സ്. നോർമൽ സ്റ്റൂളിന് ലൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും. ഇതിന് റീസൺ, ഈ ബ്രൗൺ കളറിനുള്ള കാരണം നമ്മുടെ ബൈൽ പിഗ്മെൻറ്റ്സിൻ്റെ, അതായത് ബിലിറൂബിൻ്റെയും ബിലിവേർഡിൻ്റെയും ആക്ഷൻ കാരണമാണ് ഈ മലത്തിന് മഞ്ഞ നിറം അല്ലെങ്കിൽ ബ്രൗൺ കളർ കിട്ടാനുള്ള കാരണം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്,
Stool in infants are yellow. Abnormal stool may be yellow, green, clay, red, chocolate, brown, black. ഇൻഫാൻസിലെ കുട്ടികളിൽ സ്റ്റൂള് കാണപ്പെടുന്നത് യെല്ലോ കളറിലായിരിക്കും. അത് നോർമൽ കണ്ടീഷനാണ്. ഇനി അബ്നോർമലായിട്ട് എങ്ങനെയൊക്കെ സ്റ്റൂള് കളർ ചേഞ്ചിൽ കാണപ്പെടാമെന്നാണ് പിന്നീട് പറയുന്നത്. യെല്ലോ കളറിൽ ആവാം, ഗ്രീൻ കളറിലാവാം. ഇതൊക്കെ അബ്നോർമാലിറ്റീസ് ആണ്. ദെൻ ക്ലേ ഓക്കെ. ക്ലേ കളറിൽ, റെഡ് കളറിൽ, ചോക്ലേറ്റ് കളറിൽ, ബ്രൗൺ കളറിൽ, ബ്ലാക്ക് കളറിൽ. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് അബ്നോർമാലിറ്റീസിൽ കളർ ചേഞ്ചിൽ കാണാൻ കഴിയും. ദ നെക്സ്റ്റ് പോയിൻ്റ്, ദ കളർ ഓഫ് ഫീസസ് മേ ബി ആൾട്ടേർഡ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ഡയറ്റ് ഓർ ഡ്രഗ്സ്. ഫീസസിൻ്റെ കളറ് ആൾട്ടറേഷൻ സംഭവിക്കുന്നത്, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുന്നത് അതിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും, ബാധിക്കും. അത് നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഡയറ്റിൽ ഉള്ള കണ്ടൻസ്, അല്ലെങ്കിൽ മരുന്നുകൾ, നമ്മൾ കഴിക്കുന്ന ഡ്രഗ്സും ഡയറ്റും നന്നായിട്ട് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, കളർ ചേഞ്ചിനെ. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ബ്ലാക്ക് ഡ്യൂ ടു ഓറൽ അയൺ ടാബ്ലറ്റ്, റെഡിഷ് ഡ്യൂ ടു ബ്ലീഡിങ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ്. ബ്ലാക്ക് കളറിലാണ് സ്റ്റൂൾ വരുന്നതെങ്കിൽ നമുക്കറിയാം അതൊരു അബ്നോർമാലിറ്റി ആണെന്ന്. ബട്ട് അത് നമ്മൾ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നവരുണ്ടായിരിക്കും, അയൺ ടാബ്ലറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ടായിരിക്കും, അവർക്കാണ് ബ്ലാക്ക് കളറിൽ സ്റ്റൂളിനെ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു അബ്നോർമാലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാത്ത സമയങ്ങളിലൊക്കെ ക്ലിയറാണ്. ഈ ടാബ്ലറ്റ് കഴിക്കുന്ന സമയങ്ങളിലാണ് നമുക്ക് ഈ ബ്ലാക്ക് കളറിൽ കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ റെഡിഷ് കളറാണെങ്കിൽ അതിന് റീസൺ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലെ ബ്ലീഡിങ് കാരണമായിരിക്കാം. നമ്മളെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ലാർജ് ഇൻറ്റസ്റ്റൈനിലും ചെറുകുടലും വൻകുടലും ഒക്കെ ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാലാണ് നമുക്ക് റെഡിഷ് കളറിൽ സ്റ്റൂളിനെ കാണപ്പെടാം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ടാറി ബ്ലാക്ക്. ടാറിൻ്റെ ബ്ലാക്ക് കളറിൽ കാണപ്പെടുവാണെങ്കിൽ അതിന് റീസൺ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ട് എന്നാണ് അതിൻ്റെ റീസൺ. ഓക്കെ, നെക്സ്റ്റ് ടു കൺസിസ്റ്റൻസി. ഫസ്റ്റ് പോയിൻ്റ്, നോർമൽ സ്റ്റൂൾ ഈസ് വെൽ ഫോംഡ് ആൻഡ് സിലിണ്ട്രിക്കൽ ഇൻ ഷേപ്പ്. നോർമലായിട്ട് സ്റ്റൂളിന് സിലിണ്ട്രിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഫോംഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി സെമി സോളിഡ് ആണെങ്കിൽ അത് ഡയറിയ കണ്ടീഷനിൽ ആയിരിക്കും, വരളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഹാർഡാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, ദെൻ റൈസ് വാട്ടർ സ്റ്റൂൾ, അതാണെങ്കിൽ കോളറ ബാധിച്ചവർക്കാണ് കഞ്ഞിവെള്ളം പോലെ കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ കണ്ടീഷൻസ്, ഡിസെൻട്രിക് ആണെങ്കിൽ പാസേജ് ഓഫ് ബ്ലഡി ഡയറിയ, അതായത് ബ്ലഡ് അടങ്ങിയ വയറിളക്കം, ബ്ലഡോട് കൂടിയ വയറിളക്കം കാണപ്പെടുകയാണെങ്കിൽ നമുക്ക് ഡിസെൻട്രിക് ആണെന്ന് പറയാം. ദെൻ ഡയറിയ ആണെങ്കിൽ ഫ്രീക്വൻറ്റ് പാസേജ് ഓഫ് സ്റ്റൂൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഡയറിയ, വയറിളക്കം എന്ന് പറയാം. ദെൻ കോളറ, ഫ്രീക്വൻറ്റ് പാസേജ് ഓഫ് സ്റ്റൂൾ ആൻഡ് വൊമിറ്റിംഗ്. കോളറ വരുന്ന കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രീക്വൻറ്റ്, പെട്ടെന്ന് ഒരുപാട് ടൈം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുക, അതുമാത്രമല്ല വൊമിറ്റിങ്ങും ഛർദിയും കൂടെ ഉണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കോളറയാണെന്ന് പറയാം. ദെൻ ഓഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്മെല്ലാണ്. ഫസ്റ്റ് പോയിൻ്റ്, ദർ ഈസ് എ നോർമൽ ഒഫൻസീവ് ഓഡർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇൻഡോൾ ആൻഡ് ബ്യൂട്രിക് ആസിഡ്. നോർമലായിട്ട് ഒരു ഒഫൻസീവ് ഓർഡറാണ് ഇതിനുണ്ടാവുക. അതിന് റീസൺ ഇൻഡോളും ബ്യൂട്ടിരിക് ആസിഡും കാരണമാണ് ഈ നോർമലായിട്ടുള്ള ഒഫൻസീവ് ഓർഡർ സ്റ്റൂളിന് കിട്ടുന്നത്. നെക്സ്റ്റ് പോയിൻ്റ്, സ്റ്റൂൾ വിത്ത് അൺഡൈജസ്റ്റഡ് ആൻഡ് അൺഅബ്സോർബ്ഡ് ഫാറ്റ് ഹാസ് ഫോൾ ഓർഡർ. ഈ സ്റ്റൂളിനകത്ത് അൺഡൈജസ്റ്റഡ് അല്ലെങ്കിൽ ദഹിക്കാത്ത ഫുഡോ ഫാറ്റോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാത്ത ഫാറ്റോ ഉണ്ടെങ്കിൽ അതിനൊരു ഫോൾ ഓർഡറായി, ബാഡ് സ്മെല്ലായിട്ട് മാറും. നെക്സ്റ്റ് പോയിൻ്റ്, ഇൻ അബ്നോർമൽ കണ്ടീഷൻസ് ദ സ്റ്റൂൾ മേ ഹാവ് എ പിട്രിഡ് ഓർ സോർ ഓർഡർ. എന്തെങ്കിലും അബ്നോർമൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഇതിനെ ഒന്നുകൂടെ ഒരു ബാഡ് സ്മെല്ല്, പിട്രിഡ് അല്ലെങ്കിൽ സോർ ഓർഡറിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ദെൻ വോളിയം എന്ന് പറയുന്നത് ഇതിൻ്റെ അളവാണ്. പോയിൻ്റ്, നോർമലായിട്ട് 200 ഗ്രാം ടു 1 കിലോഗ്രാം പെർ ഡേ. ദിവസത്തിൽ 200 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ
വരാം. ഇത് നോർമലാണ്. അതോ ഓരോരുത്തർ കഴിക്കുന്ന ഡയറ്റിനനുസരിച്ചിരിക്കും. ദെൻ വോളിയം ഈസ് ഓൾസോ ഇൻക്രീസ്ഡ് ഇൻ മാൽ അബ്സോർപ്ഷൻ. എന്തെങ്കിലും ന്യൂട്രീഷനൊക്കെ അബ്സോർബ് ചെയ്ത് നമ്മുടെ ബോഡിയിലെ സെല്ലുകൾക്ക് എടുക്കുകയാണെങ്കിൽ, മാൽ അബ്സോർപ്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇതിന് വോളിയം ഇൻക്രീസ് ചെയ്യും. അതായത് ഡൈജഷൻ കറക്റ്റായിട്ടൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് സ്റ്റൂളിൻ്റെ ആ എമൗണ്ട് ഇൻക്രീസ് ചെയ്യും, വോളിയം. ഓക്കെ, ദെൻ റിയാക്ഷൻ. ഫസ്റ്റ് പോയിൻ്റ്, ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി അസിഡിക് റിയാക്ഷനാണ്. 7.1 to 7.5 ആണ് റിയാക്ഷനിലെ അസിഡിക് pH വരുന്നത്. ദെൻ ഇറ്റ് ഈസ് ആൽക്കലൈൻ ബാസിലറി ഡിസെൻട്രി. ബാസിലറി ഡിസെൻട്രിയിൽ മാത്രം നമുക്ക് ആൽക്കലൈനായിട്ട് ഈ സ്റ്റൂളിന് കാണപ്പെടും. നോർമലായിട്ട് നമ്മൾ പറഞ്ഞു അസിഡിക് ആണെന്ന്. ബാസിലറി ഡിസെൻട്രി ഉണ്ടെങ്കിൽ, അതായത് ബാസില്ലസ് പരത്തുന്ന വയറിളക്കമാണെങ്കിൽ അതിൽ സ്റ്റൂളിന് ആൽക്കലൈൻ pH ആണ് ഉണ്ടാവും. ദെൻ ദ റിയാക്ഷൻ ടെസ്റ്റഡ് വിത്ത് ലിറ്റ്മസ് പേപ്പർ. ഈ റിയാക്ഷൻ നമുക്ക് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് അറിയാനായിട്ട് ലിറ്റ്മസ് പേപ്പർ വെച്ച് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ പസ് ഈസ് സീൻ ഇൻ സ്റ്റൂൾ ഇൻ ലാർജ് ക്വാണ്ടിറ്റി ഡ്യൂറിങ് ബാസിലറി ഡിസെൻട്രി. പസ് സ്റ്റൂളിൽ ലാർജ് ക്വാണ്ടിറ്റി കാണപ്പെടുന്നു. ബാസിലറി ഡിസെൻട്രിയിൽ പസ് സ്റ്റൂളിൽ ലാർജ് എമൗണ്ട് കാണപ്പെടുന്നു. പഴുപ്പ് കൂടുമ്പോഴാണ് ഈ പസ്സിനെ കാണപ്പെടുക, നമ്മൾ യൂറിനിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ മ്യൂക്കസ്, ലേഷ്മം. ഫസ്റ്റ് പോയിൻ്റ്, നോർമലി മ്യൂക്കസ് ഈസ് സീൻ ഇൻ സ്മോൾ എമൗണ്ട് ഇൻക്രീസ്ഡ് ഇൻ ഡിസെൻട്രി. നോർമലായിട്ട് മ്യൂക്കസ് ലിറ്റിൽ എമൗണ്ട് കാണപ്പെടാം, അത് നോർമലാണ്. ഇതിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് വയറിളക്കം ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഡിസെൻട്രി കണ്ടീഷനിലാണ് അങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ഇൻഫ്ലമേഷൻ ഇൻ കോളൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മ്യൂക്കസിനെ സ്റ്റൂളിൽ കാണപ്പെടും. നമ്മുടെ കോളനിൽ, ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനും ആണ് നമ്മൾ കോളൻ എന്ന് പറയുന്നത്. ഈ കോളനിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മ്യൂക്കസിനെ സ്റ്റൂളിൽ കാണപ്പെടും. ദെൻ പാരസൈറ്റ്. The stool may contain adult worm like roundworm, threadworm, segments of tapeworm which are visible to the naked eye. സ്റ്റൂളിനകത്ത് വേമുകൾ, വിരകളെ കാണപ്പെടും. ഏതൊക്കെ വിരകളാണെന്ന് വെച്ചാൽ റൗണ്ട് വേം ഉണ്ടാവാം, ത്രെഡ് വേം ഉണ്ടാവാം, സെഗ്മെൻറ്റ്സ് ഓഫ് ടാപ്പ് വേം ഉണ്ടാവാം, വിച്ച് ആർ വിസിബിൾ ടു നാക്കഡ് ഐ. അതായത് നമുക്ക് നാക്കഡ് ഐ വെച്ചിട്ട് കാണാൻ കഴിയാവുന്നതാണ്. ദെൻ കെമിക്കൽ എക്സാമിനേഷൻ നമ്മൾ മുന്നേ പറഞ്ഞു, ഫിസിക്കൽ, കെമിക്കൽ, മൈക്രോസ്കോപ്പിക്കൽ. അതിൽ കെമിക്കൽ എക്സാമിനേഷൻ ബെൻസിഡിൻ ടെസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുക, ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറയുന്ന ഈ ടെസ്റ്റിന്. നമ്മൾ യൂറിനിൽ ചെയ്യുന്ന പോലെ തന്നെ ബെൻസിഡിൻ ടെസ്റ്റ് തന്നെയാണ് ചെയ്യുക. ഇല്ലെങ്കിൽ ഒക്കൾട്ട് ബ്ലഡിൻ്റെ ടെസ്റ്റ് കിറ്റ് വെച്ചിട്ടും നമുക്കിതിൻ്റെ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.